നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് കല്യാണത്തിൻ്റെ അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടെ ഒരു 2:30-3 മണി സമയത്ത് ഇവിടെ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 2:30-ക്ക് അവരെത്തുമ്പോഴത്തേനും ഞാൻ അവരെ പോസ്റ്റ് അടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, നേരത്തെ ഒരുങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുങ്ങാൻ കയറിയിട്ടുണ്ട് 2 മണിയായപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സെയിം അമ്മയുടെ ഒരു സാരി കൊടുത്ത് ചേട്ടായിക്ക് സെയിം കളറിലെ ഒരു ഷർട്ടും ഇട്ട് അതേപോലെ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ റെഡിയായിട്ടൊക്കെ ഇറങ്ങി ഒരു 3:30 ഒക്കെ സമയമായപ്പോഴാണ് ചേട്ടായി അമ്മയും വന്നത്. 1 മണിക്കൂർ ഞാൻ സാരി ഉടുത്ത് പോസ്റ്റ് അടിച്ച് നിന്നു. എന്തായാലും സാരി ഉടുത്തതല്ലേ, 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഞാൻ 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെന്താ ഈ കോലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:30-ക്ക് വന്ന ആൾക്കാർ പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിരുന്നു. അത്രയും സമയം സാരി ഉടുത്ത് നിന്നപ്പോൾ തന്നെ എൻ്റെ ഉപ്പാട് വന്നുകൊണ്ട് ഞാൻ സാരി ഊരി മാറ്റിയിട്ട് കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടു. കാരണം സാരിയും ഈ വയറും എല്ലാം കൂടി ഇരിക്കുമ്പോഴത്തേനും ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും പാറുവും അമ്മയും ചേട്ടായി എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന വഴിക്ക് നല്ലൊരു മഴവില്ലൊക്കെ കണ്ടു. നേരെ മോക്കൊരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെറ്റ്സ് ലാൻഡിൽ കയറി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ റിസപ്ഷൻ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മോളെ കാണാൻ വേണ്ടി കയറി. ഇതാണ് അഖില. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ചേട്ടയുടെ ഒരു കസിനായിട്ട് വരും. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ചേട്ടൻ എന്നായിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വീഡിയോസൊക്കെ നാളെ യൂട്യൂബിൽ വരും, റീലാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ റീലിലിടാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് വേണ്ടതെന്ന് പറഞ്ഞ് ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരുടെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു, പരിചയമൊക്കെ പുതുക്കി. കാരണം ഒന്നും ആരെയും കാണാൻ പറ്റില്ലല്ലോ. അപ്പം നാളെയാണ് കല്യാണം. അങ്ങനെ തിരിച്ചിറങ്ങിയ വഴിക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടി. കാരണം റെയിൽവേ ക്രോസ് അടവായിരുന്നു. നേരെ പോകാൻ വേറെ വഴിയുണ്ടായിരുന്നു. ഞങ്ങളെ ഗൂഗിൾ അമ്മച്ചി ചതിച്ചതാണ് കേസ്. എന്നും ഞങ്ങൾക്ക് ഈ ഒരു ചതി കിട്ടാറുള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഇവർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ കിസ്മത്ത് പണിയായിട്ട് നിന്നുകൊണ്ട് നല്ല നടുവേദനയുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ ഭയങ്കര കളി. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തെ ഒരു കുഞ്ഞി കുരുട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ച് ചേട്ടനെ കിടന്നുകൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ട്. എന്തായാലും റെയിൽവേക്ക് നല്ല പഞ്ച്വാലിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റോളം പോസ്റ്റ് ചെയ്ത് അവിടെ കിടക്കേണ്ടി വന്നു. എനിക്ക് എന്തായാലും വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. എന്തായാലും വീട്ടിലെത്തി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.